ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി മിറാക്കിൾ ഡ്രിങ്കാണ് കേട്ടോ. ABC ജ്യൂസാണ്. ഒട്ടുമിക്ക ആളുകൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും. നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണല്ലോ ഈ ഒരു ജ്യൂസ്. മെയിനായിട്ട് നമ്മുടെ സ്കിന്ന് പരമായിട്ടുള്ള സ്കിന്നിന് നിറം വെക്കാനും സ്കിന്നിലെ ചുളിവ് മാറാനൊക്കെ ബെസ്റ്റ് സൊല്യൂഷൻ തന്നെ വേണ്ടിക്ക് പറയാം. അതുപോലെ തന്നെ ഇതൊരു വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ. മെയിനായിട്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം മാത്രമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ABC ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റംസൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ABC ജ്യൂസ് എന്ന് പറയുന്നത് A ഫോർ ആപ്പിൾ, B ഫോർ ബീട്രൂട്ട് ആൻഡ് C ഫോർ ക്യാരറ്റ് ആണ് കേട്ടോ. അങ്ങനെ വന്നിട്ടുള്ള പേരാണ് ABC ജ്യൂസിന്. അപ്പോൾ ആപ്പിൾ, ഒരു വലിയ സൈസ് ആപ്പിൾ തൊലിയൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബീട്രൂട്ട് വേണം. ഒരു ബീട്രൂട്ടിൻ്റെ പകുതി പോർഷൻ മതി കേട്ടോ, ഫുള്ളായിട്ട് ഇടണ്ട. അതുപോലെ തന്നെ ക്യാരറ്റ് ഒരെണ്ണം മൊത്തത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഭയങ്കര ആ ഒരു കുത്തലൊക്കെ മുന്നിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട് ജ്യൂസ് റെഡി ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഹാഫ് പോർഷൻ മാത്രം എടുക്കുക, മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ആപ്പിൾ ഒരു വലിയ സൈസ് തന്നെ നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ഡ്രിങ്കിലേക്ക് വേണ്ടുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളൊരു ഹെൽത്തി ഡ്രിങ്കായിട്ട് കുടിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിൽ മധുരവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പഞ്ചസാരയൊന്നും നമ്മൾ ആഡ് ചെയ്യില്ല. പക്ഷേ അങ്ങനെ കുടിക്കാൻ ഒട്ടും തന്നെ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1-2 ടേബിൾ സ്പൂണായിട്ട് തേന് മാത്രം ഒഴിച്ചു കൊടുക്കുക. വേറെ ഒന്നും ചേർക്കരുത് ഇതിലേക്ക്. കാരണം അതിൻ്റെ പിന്നെ ഗുണം പോയല്ലോ, പിന്നെ കഴിച്ചിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പ് അളവിൽ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഇളം തണുപ്പോടുകൂടിയൊക്കെ കുടിക്കണം എന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കുക കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മിറാക്കിൾ ഡ്രിങ്ക് അഥവാ ABC ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ജഗ്ഗിലേക്ക് ഒഴിക്കുന്നതാണ് കേട്ടോ, സെർവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അരിച്ചെടുക്കാതെ ഡയറക്റ്റ് കുടിക്കാൻ നോക്കണേ, എങ്കിലേ ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇത് ശരിക്കും കുടിക്കേണ്ടത് നമ്മൾ വെറും വയറ്റിലാണ് കേട്ടോ. പക്ഷെ അതെല്ലാവർക്കും പറ്റണമെന്നില്ലല്ലോ. അങ്ങനെ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഇടയിലായിട്ടുള്ള ഒരു ടൈം ഉണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ആ ടൈമിൽ കുടിക്കാൻ നോക്കാം. അല്ലാതെ നമുക്ക് ഏത് നേരം കുടിക്കാൻ പറ്റുന്ന ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് ഒന്നും ഞാൻ പറയുന്നൊന്നുമില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ നമ്മുടെ ഹെൽത്ത് വൈസ് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. മെയിനായിട്ട് ഇത് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവുകൾ മാറ്റം ചെയ്യാനും അതുപോലെ തന്നെ നല്ല നിറം വെക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഭയങ്കര ഒരു മെഡിസിൻ തന്നെ നമുക്ക് പറയാം കേട്ടോ. പിന്നെ ആദ്യമൊക്കെ ക്യാൻസർ പരമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു മെഡിസിൻ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് എന്ത് ഭക്ഷണമാണെങ്കിലും അമിതമായാൽ അമൃതം വിഷം എന്ന് പറയുമല്ലോ. അതുപോലെ തന്നെ ഓവറായി കഴിഞ്ഞാൽ എന്തും ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ഡെയിലി ഒന്നും കുടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഒന്നിക്ക് 2 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ അങ്ങനെയൊക്കെ കുടിച്ചാൽ മതി. കാരണം ബീട്രൂട്ടൊക്കെ ഓവറായിട്ട് നമ്മൾ ഡെയിലിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, കിഡ്നി സ്റ്റോൺ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ എയും സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു മിറാക്കിൾ ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ABC ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്ക്. നമ്മുടെ സ്കിന്ന് പരമായിട്ട് നമുക്കെന്താ യുവത്വം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ജ്യൂസ് ബെസ്റ്റ് തന്നെയാണ് കേട്ടോ പറയാറ്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്